ഇന്ന് ഒരു ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഈ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഈ പുളിയിഞ്ചി ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കുക. എന്നിട്ട് പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നമ്മുടെ വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ പുളിയിഞ്ചി ഓക്കെ സെറ്റ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ബൈ.